എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഇന്ന് ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു, നേരെ ഡൗണിൽ പോയി. അതിനുശേഷം ഇവിടെ നോക്കിയാൽ അറിയാം, CPR-ൻ്റെ പ്രൊഡിക്റ്റീവ് ചാനൽ ഒന്ന് ഓഫ് ചെയ്തതാണ്. CPR-ൻ്റെ മുകളിൽ കയറി, പിന്നെ അതിനുശേഷം CPR-ൻ്റെ താഴോട്ട് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇവിടെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. 243 എന്ന് 190 വരെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത് നോക്കിയാൽ നമുക്കറിയാം, ഇച്ചിരി സ്ട്രോങ് ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. മോർണിംഗ് ട്രേഡിങ്ങിൽ നിന്ന് ഇച്ചിരി ഇതായിട്ടാണ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയാണ് പ്ലസിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള മാർക്കറ്റിനെ. ബാങ്ക് നിഫ്റ്റി ഇവിടെ നോക്കിയാൽ അറിയാം, പ്രീവിയസ് ഡേ ഹൈയുടെ ഇവിടുന്ന് താഴെ പോയി, ഇവിടുന്ന് 57,131 എന്നത് 56,900 നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് CPR-ൻ്റെ സെൻട്രൽ ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, പിന്നെ ഇവിടെ ഇറങ്ങി. ഇവിടെ നമുക്ക് നോക്കിയാൽ നമ്മൾ ഷെയർ ചെയ്യുന്ന പോലെ തന്നെ ഹൈ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ പോകുന്നത് നോക്കുക. അടുത്ത ലെവലിൽ പോയി, പക്ഷെ അവിടെ നല്ല രീതിയിൽ കൺസോളിഡേഷൻ ചെയ്തിട്ട് ലാസ്റ്റിൽ താഴോട്ട് വിട്ടു. അപ്പോൾ അങ്ങനെ നല്ലൊരു ചാൻസ് ഓപ്ഷനകത്ത് വേണമെങ്കിൽ ചെയ്യാം. CPR നോക്കി ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. നമ്മുടെ മാർക്കറ്റ് ഇപ്പോഴും ഡേ ചാർട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഇത് ഡേ ചാർട്ടിൽ നോക്കുമ്പോൾ വലിയൊരു ഇത് ബ്രേക്ക് ആയാലും ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നടത്തും. പക്ഷേ നല്ല മൂവ്മെൻറ്റ് നടത്താൽ ഇപ്പോഴും ആ ഒരു സെല്ലിങ് പ്രഷറുള്ള ഏരിയ നമ്മുടെ നിഫ്റ്റിയിലാണെങ്കിൽ 25,000 ഈ ഹൈയുടെ മുകളിൽ വന്നാൽ വീണ്ടും ഇതുപോലെ തന്നെ സെല്ലിങ് വരാനാണ് ചാൻസ് ഇപ്പോഴത്തെ കണ്ടീഷനിലും. ബാങ്ക് നിഫ്റ്റിയിലാണ് ഇത് സ്ട്രെങ്ത് കാണിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ പുതിയൊരു ഹൈയിലോട്ട് പോകാം. ആ ഒരു ഇത് വെച്ചിട്ട് മാർക്കറ്റ് വീണ്ടും 25,600 700 റേഞ്ചിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പക്ഷേങ്കിൽ ഏതെങ്കിലും നല്ല ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഷെയറിൻ്റെ മൂവ്മെൻറ്റ് റിസൾട്ടൊക്കെ ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ താഴെ പോകും മാർക്കറ്റ്. താഴെ ഇറങ്ങുവാണെങ്കിൽ, ഒരു ബിയർ സ്ട്രെങ്തിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നിഫ്റ്റിയുടെ ഒരു ചാൻസ് ഞാൻ എപ്പോഴും പറയുന്നത് 23,900 റേഞ്ചിലോട്ട് വരാം. അതിന് മുന്നിൽ തന്നെ ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കുറച്ച് കയറാനും ചാൻസ് ഉണ്ട്. ഈ 24,400 എന്നൊക്കെയുള്ള ആ ഒരു റേഞ്ച്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറുകളാണ്. ഇതിനകത്തൊക്കെ നല്ല ചാൻസ് ഉള്ള ഷെയറുകളുണ്ടായിരുന്നു. F&O ഷെയർസിനകത്തുള്ളതിനകത്ത് നല്ല ചാൻസ്. PL ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ പറഞ്ഞ 1330 33 ആ റേഞ്ചിൽ നിന്ന് സെല്ലിങ് വരാൻ ചാൻസ് ഉണ്ട്. ആ റേഞ്ചിൽ നിന്ന് തന്നെ അതിനകത്ത് സെല്ലിങ് വന്നു, നല്ല രീതി ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ യൂനോമിൻഡ എന്ന് പറയുന്ന ഷെയറിനകത്തും ഇല്ല, നല്ല ചാൻസുകളില്ല. PPL ഫാർമ നല്ല ചാൻസ് ആയിരുന്നു. ഓപ്പണിങ്ങിൽ അത് R1-ന് മുകളിൽ പോയി ഇറങ്ങി. ഇവിടുന്ന് 219 എന്നത് 213 വരെ വന്നിട്ടുണ്ടായിരുന്നു. KEI ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഷെയറിനകത്തും പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. ഇവിടുന്ന് 3,899 എന്ന് 3,855 ആ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. 35-40 രൂപ അതിനകത്തുണ്ടായിരുന്നു. വേറെ ഷെയറിനകത്തൊന്നും അധികം മൂവ്മെൻറ്റ് തന്നിട്ടില്ല. വാരി എനർജിയൊക്കെ, വാരി റിന്യൂവബിൾ എനർജി, ഇതിനകത്ത് പല ഷെയറും പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഇതുണ്ടല്ലേ. പ്രൊഡിക്റ്റീവ് ചാനൽ 1 സൈഡ് മൂവ്മെൻറ്റ് പോയി ഇവിടെ വന്നിട്ട് ഇറങ്ങി. പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ടാണ് നല്ല ചാൻസ് എടുക്കാൻ പറ്റുമായിരുന്നു ഇതിനകത്ത്. സ്വാൻ എനർജിയും പ്രൊഡിക്റ്റീവ് ചാനലും ഈ ലെവലുകളും അടുത്തടുത്താണെങ്കിൽ നമുക്ക് നല്ല ചാൻസ്, ഇവിടുന്ന് നല്ലൊരു ചാൻസ് താഴോട്ട് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയർസിനകത്ത് ചാൻസ് വന്ന ഷെയറുകൾ. നമുക്കിനി നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തേന് ഇത്രയും ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തെ ഈ RBL ബാങ്ക്, പതാഞ്ജലി, ഈ 2 ഷെയർ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിലുള്ള ഷെയറാണ്. അപ്പോൾ ഇതിനകത്ത്
എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും പതാഞ്ജലി 1907. ഈ പതാഞ്ജലി ഹൈയുടെ അവിടെ നിന്നോ R1 റേഞ്ചിൽ നിന്നോ ഇറങ്ങാൻ നല്ല ചാൻസാണ് ഈ ഷെയർ. ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിലും ചാൻസ് എടുക്കാം. R1 അതല്ല, ഓപ്പണിങ് നല്ലൊരു മൂവ്മെൻറ്റ് ഹൈയിലോട്ട് കിട്ടി ഈ R1 വന്നിറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും ഇതിനകത്ത്. RBL ബാങ്കിനകത്ത് അതുപോലെ തന്നെ ഹൈ അടിച്ചിറങ്ങുവാണെങ്കിലോ അതല്ല R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിലോ നല്ല ചാൻസ് ആയിരിക്കും. ഈ ഷെയറിനകത്ത് ഇന്ന് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നാളെ ചിലപ്പോൾ ഓപ്പണിങ്ങിൽ ഈ ഓപ്പണിങ് R1 എന്ന് പറയുമ്പോൾ ഏകദേശം 4-5% ഉണ്ട്. അപ്പോൾ ഈ റേഞ്ചിൽ ഓപ്പണിങ്ങിന് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഷെയർ. ക്ലൗഡ് 97 അതും അപ്പർ ലോക്കാണ്. ഈ R1 റേഞ്ചിൽ നിന്ന് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഫിഷർ എന്ന് പറയുന്ന ഷെയർ R1 റേഞ്ചിൽ മുകളിൽ പോയിട്ട് 1000 മുകളിൽ പോയിട്ട് ഈ ലെവലിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ബ്ലൂ സ്പ്രിംഗ് എന്ന് പറയുന്ന ഷെയർ അതും R1 നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും, അത് ശ്രദ്ധിക്കുക. 20 മൈക്രോണ് അതും R1 റേഞ്ച് ഓപ്പണിങ്ങിൽ. ഈ R1 റേഞ്ച് ഞാൻ പെട്ടെന്ന് ഹൈ പറയാതെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓപ്പണിങ്ങിൽ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് ഈ റേഞ്ച് വന്നാൽ നല്ല ചാൻസാണ് താഴോട്ട് ഇറങ്ങാൻ. അതല്ല, ഓപ്പണിങ്ങിൽ ഇപ്പോൾ ഈ ഷെയർ 259 ക്ലോസിങ്, അപ്പോഴത്തേക്ക് 260-61 വന്നിട്ട് പതുക്കെ കയറി ഈ 268 കട്ട് ചെയ്ത് തിരിച്ചിറങ്ങുവാണെങ്കിൽ അവിടെ അധികം മൂവ്മെൻറ്റ് കിട്ടത്തില്ല. ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് വന്ന് കയറി ഇപ്പോൾ 259 പെട്ടെന്ന് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ചില സമയത്ത് കയറി ഈ R1 ഒക്കെ അങ്ങ് പോകും. അങ്ങനെ വരുന്നാൽ അവിടുന്ന് ചാൻസ് കൂടുതലാണ്. നെറ്റ്വർക്ക് 80 നോക്കുക, ഹൈയുടെ റേഞ്ചിൽ നിന്ന് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് 55 തൊട്ട് 40 വരെ ഡെലിവറി എടുത്ത ആൾക്കാർ പ്രോഫിറ്റ് എടുത്ത ഷെയറാണിത്. TI ശ്രദ്ധിക്കുക, TI 400 മുകളിൽ പോയിട്ട് 397 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല് ചെയ്യാം. അതല്ല, വൺ സൈഡ് മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഈ R1 R2 റേഞ്ചൊക്കെ ശ്രദ്ധിക്കുക. BVCL വോളിയം അധികം വോളിയം ഇല്ല. ഹൈയോ R1 റേഞ്ചിൽ നിന്ന് നോക്കാം. ശിവാലിക് എന്ന് പറഞ്ഞ ഈ ഷെയർ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ലോക്കേഷ് മെഷീൻ R1 R2 റേഞ്ച് നോക്കുക. പിന്നെ സ്വാൻ എനർജി നോക്കുക. സ്വാൻ എനർജി പ്രീവിയസ് ഡേ ഹൈന്നോ R1 റേഞ്ചിൽ നിന്നൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പം ഈ പതാഞ്ജലി RBL ബാങ്ക് അത് നമ്മളെ പുതിയ രീതി ചെയ്യുന്ന രീതിയിലും അതിനകത്ത് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പുതിയ രീതി ചെയ്യുന്ന ഇതിലാണെങ്കിൽ പതാഞ്ജലിയുടെ റേഞ്ച് വരുന്നത് 1863 ഫസ്റ്റ് ലെവൽ 1863, 1874 ഇതിനുള്ളിൽ വന്നിട്ട് ഇറങ്ങുന്ന കണ്ട നല്ല ചാൻസ്. അതിന് മുകളിൽ പോയാൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന എന്തിനാ, അതിന് ഹെവി മൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ തിരിച്ച് വീണ്ടും ഇറങ്ങുന്ന പോലെ കാണുന്ന നമുക്ക് ആ മൂവ്മെൻറ്റ് കാണുമ്പോൾ അതിൽ കയറാതെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ 1880 വരെ പോയിട്ട് അത് ഇങ്ങനെ നിരങ്ങുവാണെങ്കിൽ അവിടെ നമുക്ക് ചാൻസ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇതിനകത്ത് അടുത്തൊരു ലെവലൂടെ വരുന്നുണ്ട്, 1785, 1795. ഈ 2 ലെവലിൽ നിന്നും ഇത് ഫസ്റ്റ് ലെവലിൽ നിന്നും തിരിയാൻ ചാൻസ് ഉണ്ട്. രണ്ടാം ലെവൽ അതെല്ലാം ഒരു മൂവ്മെൻറ്റ് ഹെവി ആണെങ്കിൽ അടുത്ത ലെവലിൽ നിന്നും തിരിയാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലെവലിൽ നിന്ന് തന്നെ ചിലപ്പോൾ തിരിയും ഈ ഷെയർ. പിന്നെ LIC ഹൗസിങ് അതിൻ്റെ റേഞ്ച് ഇല്ല, പക്ഷെങ്കിൽ ഇന്നത്തെ ഹൈന്നോ അത് R1 റേഞ്ചിൽ നിന്നോ അത് ഇറങ്ങും ആ ഷെയർ, നോക്കുക ആ ഷെയർ. അതുപോലെ ഈ RBL ബാങ്കും ഹൈയോ R1 റേഞ്ചിൽ നിന്നോ ഇറങ്ങും. അത് ആ പുതിയ ഇതില്ല, പക്ഷേങ്കിൽ കറക്റ്റായിട്ട് റേഞ്ച് കിട്ടാമെന്നുകൊണ്ടാണ് ഞാൻ റേഞ്ച് പറയാത്തത്. പക്ഷേങ്കിൽ നമുക്ക് CPR വെച്ച് ഈസി ആയിട്ട് അതിനകത്ത് ചെയ്യാം. അതുകൊണ്ട് ആ CPRൻ്റെ ഇതിനകത്ത് ഞാനത് ആഡ് ചെയ്തിട്ടിരിക്കുന്നത്. ആ CPRൻ്റെ ഇതിൽ വെച്ച് നമുക്ക് ഹൈ അടിച്ചിട്ട് ഇറങ്ങുമ്പോഴോ R1 ഇതിൻ്റെ ഒക്കെ R1 ഹൈ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം അടുത്തടുത്തായിരിക്കും. ഇപ്പോൾ RBL ബാങ്കിൻ്റെ നോക്കി അറിയാം. RBL ബാങ്ക്, ഇത് RBL ബാങ്ക് അല്ലായിരുന്നു, RBL ബാങ്ക്. RBL ബാങ്കിൻ്റെ ഇവിടെ ഹൈ 270-65, R1 ഈ 2 ലെവലിൽ നിന്ന് ഇറങ്ങാനാണ് ചാൻസ് എനിക്ക് തോന്നുന്നത്. ചിലപ്പം
ആ സമയത്ത് ചിലപ്പോൾ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലെവലുകൾ നോക്കാം. ഏത് ലെവലിൽ നിന്ന് ഫസ്റ്റ് തിരിയുന്നു അവിടെ നിന്ന് എൻട്രി എടുക്കുക. പിന്നെ ഗ്രാന്യൂൾസ് എന്ന് പറയുന്ന ആ ഷെയർ കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. 501, 506, 50 ലെവൽ ആ ഷെയർ ആ റേഞ്ചിലൊന്ന് ശ്രദ്ധിച്ചോണം. ആ റേഞ്ചിൽ വന്നിട്ട് മൂവ്മെൻ്റ് ഇല്ലാന്ന് കണ്ട അവിടെ നിന്ന് സെല്ലിങ് ചാൻസ് ഉണ്ട് ആ ഷെയറിനകത്ത്. പിന്നെ ഈ നാം ഇന്ത്യ R2 ലെവൽ, അതായത് 900 ഒക്കെ പോയിട്ട് ഈ ലെവൽ കട്ടിയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ഇറക്കം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 900 പോയിട്ട് ഇപ്പോൾ 905 അങ്ങനെയൊക്കെ പോയിട്ടല്ലേ പോയിട്ട് ഈ 900-ത്തിന് താഴോട്ട് ഇറങ്ങിയാൽ 900-ത്തിന് അവിടെ വെച്ച് എൻട്രി ചെയ്യാം. ആ 5 രൂപയുടെ റിസ്ക് അവിടെ എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലെവലുകൾ ഏതാണെന്ന് ഫസ്റ്റ് കട്ട് ചെയ്യുന്ന അവിടെ നോക്കി അങ്ങ് ചെയ്താൽ മതി. നമുക്ക് കൂടുതൽ ചാൻസ് തരാൻ സാധ്യതയുള്ള RBL ബാങ്ക്, ഈ നെറ്റ്വർക്ക് 18 ഈ ഹൈ അടിച്ചാൽ ചിലപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടും. അതുപോലെ ഈ പതാഞ്ജലിക്കകത്തൊക്കെ നല്ല ചാൻസ് ഉള്ള ഷെയർ. RBL ബാങ്ക് ശ്രദ്ധിക്കുക, എം ക്ലൗഡ് ശ്രദ്ധിക്കുക. ഈ 20 മൈക്രോണൊക്കെ നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള, അപ്പോൾ അത് ശ്രദ്ധിക്കുക. TI നല്ല ശ്രദ്ധിക്കുക. 400 പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്താൽ നല്ലൊരു പ്രോഫിറ്റ് തരാൻ ചാൻസ് ഉണ്ട്. അതല്ല വൺ സൈഡ് മേളിലോട്ട് കയറിപ്പോയാൽ ഈ 408 പോയി കിട്ടിയാലും നല്ല ചാൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഷെയറുകളൊക്കെ ശ്രദ്ധിക്കുക. മോർണിംഗ് നമ്മളിപ്പോൾ ഇങ്ങനെ ഷെയറുകൾ ലെവലുകൾ പറയുന്നെങ്കിലും നാളെ മോർണിംഗ് ചിലപ്പോൾ ചില ഷെയറിനകത്ത് ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. ഹെവി മൂവ്മെൻ്റ് ആണ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. എക്സാമ്പിൾ ഇന്നത്തെ ഈ ഷെയർ വാരി റിന്യൂവൽ എനർജി, അത് നമ്മൾ ഇന്നലെ എടുത്തിരുന്ന ഷെയറാണ്. അതിൻ്റെ ഓപ്പണിംഗ് മൂവ്മെൻ്റ് കണ്ടില്ലേ? ഇത് ഓപ്പണിംഗ് മൂവ്മെൻറ്റാണ്, ഹെവി മൂവ്മെൻറ്റാണ്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഹെവി മൂവ്മെൻറ്റ് കട്ട് ചെയ്യാതെ കയറുക. അതിപ്പോൾ നമ്മളിവിടെ വരുന്നുടനെ സെല്ല് ചെയ്ത് വിടാതെ മുകളിൽ പോയി ഒന്ന് ശാന്തമായി തിരിച്ചിറങ്ങുകയാണെങ്കിൽ ചാൻസ്. ഇവിടെ ആണെങ്കിൽ അങ്ങനെ ചാൻസ് തന്നിട്ടില്ല. പക്ഷെങ്കിൽ പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ട് നല്ല കറക്റ്റ് ചാൻസ് തന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാമായിരുന്നു. നാളെ ഈ ഷെയർ ചിലപ്പോൾ ഒരു ഇന്നത്തെ ആവറേജ് നോക്കട്ടെ. ആവറേജിൻ്റെ അവിടെ നിന്ന് ചിലപ്പോൾ തിരിയുക ഷെയർ താഴോട്ട്. 1202 ഈ ആവറേജ് 1222 എന്നുള്ള ഈ ലെവൽ ശ്രദ്ധിച്ചോണം. ഈ ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് ആണ് അത് താഴോട്ട് വീണ്ടും ഇറങ്ങാൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഷെയർസ്. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.